പത്തനംതിട്ടയിൽ ബി.ജെ.പി. മണ്ഡലം ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ കയ്യാങ്കളി. ജില്ലയിലെ 10 മണ്ഡലം പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കാൻ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്ത യോഗത്തിലാണ് കയ്യാങ്കളി ഉണ്ടായത്. നേതാക്കൾ ഇടപെട്ട് രംഗം ശാന്തമാക്കി. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് പ്രവീൺ പുരുഷോത്തമൻ, എന്താണ് തമ്മിലടിക്ക് പോയ ഒരു കാരണം? ഗുഡ് ഈവനിംഗ് സുജയ. ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിലൊന്നാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. പത്തനംതിട്ട ബി.ജെ.പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് ഇന്ന് പുതിയ മണ്ഡലം ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ന് ഒരു ദിവസമാണ് ഈ തെരഞ്ഞെടുപ്പിനായി നിശ്ചയിച്ചിരുന്നത്. 10 മണ്ഡലങ്ങളാണ് ഈ ജില്ലയിൽ ഉള്ളത്. നേരത്തെ അത് 5 മണ്ഡലങ്ങളായിരുന്നു. അത് വിഭജിച്ച് ഇപ്പോൾ 10 മണ്ഡലങ്ങളാക്കിയിട്ടുണ്ട്. ഓരോ മണ്ഡലത്തിൽ നിന്നും ശരാശരി 40 പ്രതിനിധികളാണ് ഈ ഒരു യോഗത്തിൽ പങ്കെടുത്തിരുന്നത്. ഇതിനിടെ കോന്നി മണ്ഡലം സംബന്ധിച്ച്, ആ മണ്ഡലത്തിലെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ചാണ് തർക്കം ഉണ്ടായത്. അവിടെ വെച്ച് ഈ അംഗങ്ങൾ തമ്മിൽ പരസ്പരം വാക്കുതർക്കം ഉണ്ടാവുകയും ഒടുവിൽ അത് കയ്യാങ്കളിയിലേക്ക് നീളുകയും ചെയ്തു. 3 സംസ്ഥാന നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിരുന്ന ജില്ലയിൽ ഉണ്ടായിരുന്നു. ബി.ജെ.പി. ജില്ലാ കമ്മിറ്റി ഓഫീസിലുണ്ടായിരുന്നു. അവരാണ് ഈ തർക്കം പരിഹരിച്ചത്. കോന്നി മണ്ഡലത്തിൽ അത് ലിസ്റ്റിലില്ലാത്ത 2 പേർ ഈ യോഗത്തിലേക്ക് കടന്നു വരികയും അവർ അഭിപ്രായം പറയാൻ ഒരു ശ്രമം നടത്തുകയും ചെയ്തതാണ് തർക്കത്തിന് ഇടയാക്കിയത്. അതിനെ തുടർന്നാണ് ഇരു വിഭാഗങ്ങൾ തമ്മിൽ പരസ്പരം കയ്യാങ്കളിയിലേക്ക് എത്തിയത്. സാധാരണഗതിയിൽ സംസ്ഥാന നേതൃത്വം ഓരോ അംഗങ്ങളെയും വിളിച്ച് നിങ്ങളുടെ മണ്ഡലത്തിലെ പുതിയ പ്രസിഡന്റ് ആകാൻ നിങ്ങൾ ആരെയാണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കും. അതിനുള്ള മറുപടി ഓരോരുത്തരും വ്യക്തിപരമായി തന്നെ നൽകും. ഇതെല്ലാം ഒടുവിൽ യോജിപ്പിച്ച് ആർക്കാണോ കൂടുതൽ അഭിപ്രായങ്ങൾ ലഭിച്ചത് ആ ആളായിരിക്കും പുതിയ മണ്ഡലം പ്രസിഡന്റ് ആവുക. ഏതായാലും ഈ ഒരു നടപടിക്രമത്തിലാണ് ഇപ്പോൾ വലിയ തർക്കം ഉണ്ടായത്. ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ, ഒപ്പം തന്നെ വൈസ് പ്രസിഡന്റ് കെ എസ് രാധാകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി രേണു സുരേഷ്, ഇങ്ങനെ 3 മുതിർന്ന നേതാക്കൾ ഏതായാലും ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യത്തിലാണ് ഇങ്ങനെ കയ്യാങ്കളി നടന്നത്. ഒപ്പം തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇരു വിഭാഗങ്ങൾ തമ്മിൽ ഉണ്ട്. പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവിടെ സാഹചര്യങ്ങൾ പോയി. ഏതായാലും ഇപ്പോൾ രംഗം ശാന്തമാണ്. ഇനിയിപ്പോൾ 2 മണ്ഡലങ്ങളുടെ കൂടി മണ്ഡലം ഭാരവാഹികൾ അവരുടെ പുതിയ മണ്ഡലം പ്രസിഡന്റിനെ കൂടി തെരഞ്ഞെടുക്കുന്ന നടപടിക്രമം അവിടെ പൂർത്തിയാകാനുണ്ട്. ഏതായാലും ഈ കോന്നി മണ്ഡലം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചാണ് വലിയ തർക്കമുണ്ടാവുകയും അത് പിന്നീട് കയ്യാങ്കളിയിലേക്ക് മാറുകയും ചെയ്തത്. സുജയ. ഓക്കെ, വിവരങ്ങൾ നൽകിയത് പ്രവീൺ പുരുഷോത്തമനാണ്. ഇനി 2 മണ്ഡലം ഭാരവാഹികളെ കൂടി തെരഞ്ഞെടുക്കാനുണ്ട്. അതിനിടയിൽ വീണ്ടും കയ്യാങ്കളി ഉണ്ടാകുമോ എന്തോ. എന്തായാലും സംസ്ഥാന നേതാക്കളടക്കം അവിടെ സ്ഥലത്തുണ്ട്. രംഗം ഇപ്പോൾ ശാന്തമാണ്.